കോൺഗ്രസിന് ഇപ്പോൾ ലീഗിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളത് പല വിഷയങ്ങൾ കൊണ്ട് അവർ പറയാതെ പറയുന്നുണ്ട്. ചിലതൊക്കെ പരസ്യമായി തന്നെ അവർ പ്രകടിപ്പിക്കാറുമുണ്ട്. കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി മൂന്നാമതൊരു സീറ്റ് ലോക്സഭാ ഇലക്ഷന് വേണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെടുമ്പോഴും കോൺഗ്രസ് അതിനോട് മുഖം തിരിക്കുന്ന നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. കുഞ്ഞാലിക്കുട്ടി തറപ്പിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് യാചിക്കുകയല്ല, വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നതെന്ന്. എന്തായാലും ഈ നീരസത്തിന്റെ മൂലകാരണം എന്താണെന്ന് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇടയ്ക്ക് ലീഗ് പറഞ്ഞിരുന്നു ഇടതുപക്ഷത്തേക്ക് ഞങ്ങൾ പോകുമെന്ന്, അവിടെ പ്രവർത്തിക്കുമെന്ന്. അപ്പോൾ അത് തന്നെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒക്കെ മനസ്സിലാകുന്നതും. ലീഗ് നേതൃത്വമേ ഇങ്ങനെ കാലുപിടിച്ച് അവർക്കൊപ്പം നിൽക്കുന്നതിലും ഭേദം നിങ്ങൾ ഇടതുപക്ഷത്തേക്ക് തന്നെ ചേക്കേറുന്നതാണ്. കോൺഗ്രസ് ഇത്തവണയും മുസ്ലിം ലീഗിനെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ കൈയൊഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം എന്താണെന്നല്ലേ? ജാൻഭാവി പള്ളി വിഷയത്തിൽ നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എംപിമാർ പാർലമെന്റ് വളപ്പിൽ സമരം നടത്തിയിരുന്നു. എന്നാൽ ഈ നടത്തിയ സമരത്തിന് കോൺഗ്രസ് വിട്ടുനിൽക്കുകയായിരുന്നു. പക്ഷേ ഇത് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ഇവിടെ കേരളത്തിൽ അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ നമ്മൾ ദിനംപ്രതി കാണുന്നതല്ലേ. ബഹിഷ്കരണവും സർക്കാർ വിരുദ്ധതയും മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. എന്തിനധികം പറയുന്നു, കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്ക് എതിരെയും സാമ്പത്തികമായി ഞെരുക്കുന്നതിനെതിരെയും അവർ ഡൽഹിയിലേക്ക് ആവുന്നത്ര വിളിച്ചതാണ്. എന്നാൽ ഈ കോൺഗ്രസുകാർ വന്നതുമില്ല, പോയതുമില്ല. സാധാരണ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ലീഗ് അംഗങ്ങൾ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത് UDF എന്ന നിലയിലാണ്. ജാൻഭാവി പള്ളിക്കുള്ളിലും പൂജ നടത്തുന്ന ഘട്ടത്തിൽ വിഷയത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് ലീഗ് എംപിമാരായ ET മുഹമ്മദ് ബഷീർ, MP അബ്ദുൾ സമാദ് സമാനി, നവാസ് ഖാനി എന്നിവർ മാത്രമാണ്. മതനിരപേക്ഷ സംരക്ഷിക്കുക, 1991 ആരാധനാലയ സംരക്ഷണ നിയമം പരിഷ്കരിക്കുക, മസ്ജിദുകൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങളും ഉയർത്തിയതായിരുന്നു ധർണ. ബാബറി മസ്ജിദ് കേസിനെ തുടർന്ന് കൂടുതൽ ആരാധനാലയങ്ങളിലേക്ക് തർക്കം വ്യാപിപ്പിക്കരുതെന്നും രാജ്യവ്യാപകമായി ആവശ്യം ഉയർന്ന ഘട്ടത്തിൽ 1991 നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്നതാണ് ആരാധനാലയ സംരക്ഷണ നിയമമെന്നും ഈ നിയമത്തിനെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങൾ നീക്കം തുടങ്ങിയിട്ടുണ്ടെന്നും ഇത്രയും പ്രധാന വിഷയത്തിൽ നടന്ന സമരത്തിലാണ് കേരളത്തിൽ നിന്നും ഒറ്റ കോൺഗ്രസ് എംപിമാർ പോലും ലീഗിനോട് സഹകരിക്കാൻ തയ്യാറാകാത്തതെന്നും മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നു. എന്തായാലും ഇപ്പോൾ ലീഗിന് വ്യക്തമായില്ലേ കോൺഗ്രസുകാർ അന്നേരം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമുള്ളവരാണെന്ന്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇവരെ നമ്പിയാൽ മലയാള ഭാഷയിൽ ഇല്ലാത്ത വാക്കുകൾ കൂടി പ്രയോഗിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.